നമസ്കാരം, ഡ്രൈവ് മോട്ടോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കലും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട റോയൽ എൻഫീൽഡിൻ്റെ ഒരു വീഡിയോ തന്നെയാണ്. ഒരു Q&A വീഡിയോ ആയിരിക്കും. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് നമ്മുടെ കമൻസിനകത്ത് വന്നിട്ടുള്ള റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആയിരിക്കും ചെയ്യുന്നത്. റോയൽ എൻഫീൽഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇന്നത്തെ ഫുൾ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് തന്നെ കിടക്കാം. ആദ്യത്തെ ചോദ്യം ഗിയർ സൗണ്ടാണ്. ഗിയർ അപ്പ് ചെയ്യുമ്പോഴും ഡൗൺ ചെയ്യുമ്പോഴും സൗണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. രാവിലെ വണ്ടി അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റാർട്ടിൽ നല്ല സൗണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ആദ്യത്തെ സ്റ്റാർട്ടിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് പോകുമ്പോൾ നല്ല സൗണ്ട് കേൾക്കുന്നത് ഒഴിവാക്കാനായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഐഡിലാക്കി വയ്ക്കുക. ഐഡിലാക്കി വെച്ചതിന് ശേഷം ക്ലച്ച് ഒരു 5-6 പ്രാവശ്യം പമ്പ് ചെയ്യുക. 5-6 പ്രാവശ്യം വേഗം ഒന്ന് ക്ലച്ച് ഇങ്ങനെ പമ്പ് ചെയ്തതിന് ശേഷം ഗിയർ സ്മൂത്തായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരത്തില്ല. പിന്നെ അപ്ഷിഫ്റ്റ് വണ്ടി ഓടുന്ന സമയത്ത് കൂടിയ വലിയ ഗിയറിലേക്ക് വീഴുമ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗിയർ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ഇടാൻ ശ്രമിക്കുക. നമുക്ക് കാല് അകത്തോട്ട് കയറ്റിയും ഇടാം, പുറകിൽ നമുക്ക് ചവിട്ടിയിട്ട് ഇടാനുള്ള ഓപ്ഷൻ നമുക്ക് ഗിയർ ലിവർ തരുന്നുണ്ട്. അപ്പോൾ ഗിയർ വളരെ സ്മൂത്തായിട്ട് ഇടാൻ നോക്കുക. അതുപോലെ തന്നെ ഓരോ ഗിയറിനും ഓരോ സ്പീഡുണ്ട്. നിങ്ങൾ കുറഞ്ഞ സ്പീഡിൽ വലിയ ഗിയറുകൾ ഇടാൻ അങ്ങനെ ശ്രമിക്കരുത്. അതുപോലെ തന്നെ ഈ കുറഞ്ഞ ഗിയറിൽ വലിയ സ്പീഡുകളിലും എടുക്കാൻ ശ്രമിക്കരുത്. കാരണം ഈ ഒരു വണ്ടി അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയല്ല. അതുകൊണ്ട് ഗിയർ ഷിഫ്റ്റ് വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. രാവിലെ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിൽ ക്ലച്ച് ഒന്ന് പമ്പ് ചെയ്ത് ഗിയർ ഇടുക. വാഹനം എങ്ങനെ നമുക്ക് ശരിയായ രീതിയിൽ കിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അതുപോലെ തന്നെ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയ നമ്മൾ ക്ലച്ച് പമ്പ് ചെയ്തിട്ട് ഗിയർ ഇടാമെന്ന് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ടൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. രണ്ടാമത്തെ ചോദ്യം നമുക്ക് ചെയിനിലുണ്ടാകുന്ന സൗണ്ടാണ്. ചെയിനിൽ ടിക് ടിക് സൗണ്ട് ഉണ്ടാകുന്നതെന്ന് പലരും പറയുന്നുണ്ട്. ഒരു 10,000 മുകളിലോട്ട് വരുമ്പോഴാണ് 10,000 കിലോമീറ്റേഴ്സിന് മുകളിൽ വരുമ്പോഴാണ് പൊതുവെ ഈ ഒരു സൗണ്ട് വരുന്നത്. പലരും ഈ ഒരു പ്രശ്നം വരുമ്പോൾ ചെയിൻ സ്പ്രോക്കറ്റ് മുഴുവനായിട്ട് മാറുന്ന പ്രവണതയെ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, അത് മിക്കവാറും ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ പ്രശ്നമായിരിക്കത്തില്ല, ചെയിൻ ലോക്കിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സംഭവമാണ് നമ്മുടെ ചെയിൻ ലോക്ക് എന്ന് പറയുന്നത്. ചെയിനുകൾ തമ്മിൽ ഘടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലോക്കാണ് ചെയിൻ ലോക്ക്. അപ്പോൾ ഇതിന് വളരെ ചീപ്പായിട്ടുള്ളൊരു സാധനമാണ്. കഴിയുമെങ്കിൽ നിങ്ങൾ ഓരോ സർവീസ് നമ്മൾ ഷോറൂമിൽ സർവീസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു 5,000 3,000 കിലോമീറ്ററിലെങ്കിൽ നമ്മൾ ഓരോ സർവീസ് ചെയ്യുമ്പോൾ ഈ ഒരു ചെയിൻ ലോക്ക് മാറ്റി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി ചെയിൻ ലോക്ക് നിങ്ങൾ മാറിയതിന് ശേഷവും പിന്നെയും സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ വണ്ടി സെൻറ്റർ സ്റ്റാൻഡ് ഇട്ടതിന് ശേഷം ടയർ കറക്കി നോക്കുമ്പോൾ നമ്മുടെ ഓരോ ചെയിനിൻ്റെ ഈ ഘടിപ്പിച്ചിരിക്കുന്ന ഓരോ ചെയിനിൻ്റെ ഈ പാർട്ടുകളും നല്ല ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഈ ചെയിനിൻ്റെയൊക്കെ ചില പാർട്ടുകൾ നമ്മളിങ്ങനെ മൂവ് ചെയ്യാൻ നേരത്തെ ഇവിടെ സ്റ്റക്കായിട്ടിരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രവണത നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഡീസൽ പോലുള്ള എന്തെങ്കിലും കെമിക്കൽ യൂസ് ചെയ്ത് അതൊന്ന് ഫ്രീ ആക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഓയിൽ ചെയ്യുക. അതായിരിക്കും അതിൻ്റെ ഒരു പരിഹാരം. മൂന്നാമത്തെ ചോദ്യം ചെയിനുമായിട്ട് റിലേറ്റഡ് തന്നെയാണ്. ചെയിൻ ലൂബ് ചെയ്യണോ ഗിയറിൽ ഓയിൽ യൂസ് ചെയ്യണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ ചെയിൻ ലൂബ് വളരെ എക്സ്പെൻസീവാണ്, ഗിയർ ഓയിൽ നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടൊരു കാര്യം, നമുക്ക് ലോക്കൽ യൂസിനല്ല നമുക്ക് ഗിയർ ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. സാധാരണ നമ്മൾ എഞ്ചിൻ ഓയിൽ അല്ല ഗിയർ ഓയിൽ, 90 ഗിയർ ഓയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ചെയിൻ ലൂബ് അതിനെക്കാളും എന്താണ് അതിൻ്റെ ഒരു മികവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ ലൂബ് കുറച്ചുകൂടി നമ്മുടെ ചെയിനിൽ പിടിച്ചിരിക്കും, കൂടുതൽ മൈലേജ് കിട്ടും. അതായത് ചെയിൻ ലൈഫ് കിട്ടും. ചെയിൻ ലൈഫ് പോലെ തന്നെ നമ്മുടെ ചെയിൻ ലൂബിൻ്റെ മൈലേജും കൂടുതൽ കിട്ടും. അതായത് നമ്മളിപ്പോൾ മഴയുള്ള സ്ഥലങ്ങളിലോ വെറ്റായിട്ടുള്ള സ്ഥലങ്ങളിലോ പോയി കഴിഞ്ഞാൽ നമ്മൾ ഗിയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയിൻ ഡ്രൈ ആവാനുള്ള സാധ്യത ഉണ്ട്. മറിച്ച് നമ്മൾ ചെയിൻ ലൂബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചെയിൻ അത്രയ്ക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വെറ്റായിട്ടിരിക്കും. അതാണ് ചെയിൻ ലൂബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ഓട്ടമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡെയിലിയൊക്കെ അല്ലെങ്കിൽ ഒരു 2 ദിവസത്തിനുള്ളിലൊക്കെ നമുക്കിങ്ങനെ ഒരു ചെയിൻ ഒന്ന് ലൂബ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ഓയിൽ തന്നെയായിരിക്കും നല്ലത്. നാലാമത്തെ ചോദ്യം, പലരുടെയും വാഹനം ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സൈലൻസറിൽ നിന്നും വെള്ളം വരുന്നു. അതുപോലെ തന്നെ മഴക്കാലങ്ങളിൽ മൺസൂൺ സീസണിലൊക്കെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൈറ്റ് സ്മോക്ക് വരുന്നു എന്നൊക്കെ പറയുന്നു. നിങ്ങൾ നോക്കുക, അല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ വണ്ടി ഓടി ഹീറ്റായതിന് ശേഷം അങ്ങനെ ഒരു പുകയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല, പേടിക്കേണ്ട. ഇത് പുകയല്ല, ശരിക്കും സ്മോക്ക് അല്ലാതെ വേപ്പറായിട്ടാണ് വരുന്നത്. പുറത്തുള്ള അന്തരീക്ഷത്തിലുള്ള താപനിലയും അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ ടെമ്പറേച്ചറും സെയിം അല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനൊരു പ്രവണത കാണുന്നത്. അത് വൈറ്റ് സ്മോക്ക് അല്ല, അത് വേപ്പറാണ്. മറ്റൊരു ചോദ്യം, സൈലൻസർ ഏത് യൂസ് ചെയ്യാൻ കൊള്ളാം അല്ലെങ്കിൽ ഏതാണ് നല്ല സൈലൻസർ എന്നുള്ളതായിരുന്നു ചോദ്യം. ഞാൻ പൊതുവേ സ്റ്റോക്ക് സൈലൻസറെ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം ലോങ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ള സ്റ്റോക്കാണ്. അതുപോലെ തന്നെ എഞ്ചിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് സൈലൻസർ മാറ്റണം, സൗണ്ട് കൂടുതൽ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ഏതെങ്കിലും ഓപ്പൺ ടൈപ്പുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നമുക്ക് കുറച്ച് ഷെല്ലൊക്കെ ഉള്ളത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ടയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യമാണ്, ടയർ ചേഞ്ച് ചെയ്യാൻ കൊള്ളാം? നമുക്കിവിടെ സ്റ്റാൻഡേർഡും ഉണ്ട്, ക്ലാസിക്കും ഉണ്ട്. ടയർ ഇപ്പോൾ എൻ്റെ വാഹനങ്ങൾ 30,000 കിലോമീറ്ററിൽ ഞാൻ ടയർ മാറിയായിരുന്നു. അപ്പോൾ ടയർ ഞാൻ നോക്കിയത് ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും വെയിറ്റുള്ള ഒരു വാഹനമായിട്ട് തന്നെ ടയർ ഒരു നല്ല ഫാക്ടറാണ്.
ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമുക്ക് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെറ്റ് ഗ്രിപ്പ്, എനിക്ക് കിട്ടിയിട്ടുള്ള സ്റ്റോക്ക് ടയറിൻ്റെ വെറ്റ് ഗ്രിപ്പ് കുറവായിരുന്നു. MRFൻ്റെ നമ്മുടെ നൈലോ ഗ്രിപ്പും അതുപോലെ തന്നെ CH സൂമാണ് യൂഷ്വലി നമുക്ക് കിട്ടുന്ന ടയറുകൾ. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുമ്പോൾ ഒരു 10,000 15,000 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഗ്രിപ്പ് കുറയും. പിന്നെ മഴയുള്ള സർവീസിന് നമ്മൾ ബ്രേക്ക് ഓട്ടി കഴിഞ്ഞാൽ മഴയത്തൊക്കെ വണ്ടി തെന്നുന്നൊരു പ്രവണത ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ടയറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സിയറ്റിൻ്റെ നമ്മുടെ ഗ്രിപ്പ് മോഡലാണ്. ഇതിൻ്റെ ഒരു ഞാനിത് ചൂസ് ചെയ്തതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്കിത് വെറ്റ് ഗ്രിപ്പും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം ഓഫ് റോഡ് ടൈപ്പുമാണ്. എന്നാൽ ഇത് മെയിൻലി ഓഫ് റോഡ് ടൈപ്പാണെന്ന് പറയാൻ കഴിയത്തില്ല, ഇത് ഓഫ് റോഡ് ടയർ ആണെന്നൊന്നും പറയത്തില്ല. പക്ഷേ അത്യാവശ്യം വെറ്റ് ഗ്രിപ്പും അതുപോലെ തന്നെ റോഡ് ഗ്രിപ്പും ഹൈവേയിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഈ വണ്ടിയിലോട്ട് വന്നാലും ഇത് തന്നെയാണ്, നമ്മൾ സിയറ്റിൻ്റെ ടയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സിയറ്റിൻ്റെ പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, എങ്കിലും പറയുന്നതേ ഉള്ളൂ. ഇതിൽ നമ്മൾ അത്യാവശ്യം ഗ്രിപ്പുള്ള ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ബ്രേക്കിംഗ് കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് തോന്നി. അപ്പോൾ ടയർ ചൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം വെറ്റ് ഗ്രിപ്പും കൂടെ ഉള്ള ടയർ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു ചോദ്യം ബാറ്ററി ലൈഫിനെ പറ്റിയിട്ടുള്ളതായിരുന്നു. ബാറ്ററി എത്ര കാലം ലാസ്റ്റ് ചെയ്യും എന്നൊക്കെ ഉള്ളതായിരുന്നു. ഈ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായൊരു ഇൻസിഡൻറ്റിലൂടെ എനിക്ക് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളൊരു തെറ്റിദ്ധാരണ പറ്റി ഞാൻ പറയാം. ആമറോണിൻ്റെ ബാറ്ററിയാണ് സ്റ്റോക്കായിട്ട് കിട്ടുന്ന ഈ വണ്ടിക്ക്. 3 വർഷമായപ്പോഴാണ് എൻ്റെ ഈ ക്ലാസിക്കിൻ്റെ ബാറ്ററി തീരുന്നത്. എനിക്ക് പഠനത്തിൻ്റെ കുറച്ച് ആവശ്യങ്ങളായിട്ട് ഞാൻ ആഴ്ചയിൽ ഒരു 3-4 ദിവസം ഏകദേശം ഒരു 400 കിലോമീറ്റർ ഉൾപ്പെടെ റൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് റൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ബാറ്ററിയുടെ കാര്യത്തിൽ യാതൊരു പേടിയില്ലായിരുന്നു. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് രാത്രി സമയമൊക്കെ ആയപ്പോൾ റൈഡ് ചെയ്ത് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ബാറ്ററി തീരുകയുണ്ടായി. വളരെ പാടായിരുന്നു. അത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ബാറ്ററി തീരുന്നതെന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഓഫാകും. പിന്നെ നമ്മുടെ ബാറ്ററി ഫുൾ അങ്ങ് ഡ്രെയിൻ ആവും. കിക്ക് സ്റ്റാർട്ട് ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പമ്പ് സ്റ്റാർട്ടാവും. കുറച്ചൊന്ന് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഓഫാകും. പിന്നീട് കുറേ ഡിസ്റ്റൻസ് പിന്നെ ഓഫ് ചെയ്തൊക്കെ വെച്ചിട്ട് ഓടിച്ചപ്പോഴും രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൻ്റെ ഒരു ആവറേജ് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു 3 years ഒക്കെയാണ് പറയുന്നത്. ഇതിന് ഇത്രയും കിട്ടാത്ത ആളുകളുണ്ട്. അതിപ്പോൾ നമുക്ക് എനിക്ക് പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ബാറ്ററി ലൈഫ് കുറയുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ലോങ് റൈഡൊക്കെ പോകുന്നതിനകത്ത് പണി കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഒരു വർക്ക്ഷോപ്പിലുണ്ടായിരുന്നൊരു നമ്മുടെ ഒരു മെക്കാനിക്ക് പയ്യൻ ഇതേ ഇൻസിഡൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി ഇതുപോലെ ലോങ് പോകുന്ന സമയത്ത് ബാറ്ററി തീർന്നു പോയി എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ എനിക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടും ബാറ്ററി തീരത്തില്ല, ചാർജ് ആവുന്നുണ്ടെന്നായിരുന്നു എൻ്റെ ഒരു തെറ്റിദ്ധാരണ. അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ബാറ്ററിയുടെ ഒരു ലൈഫുണ്ട്. ആ ഒരു എക്സ്പയറിങ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് നിമിഷം വേണം ബാറ്ററി തീർന്നുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഐഡിയലാക്കി വയ്ക്കുമ്പോൾ വണ്ടി ഓഫായി പോകുന്നു എന്നുള്ളൊരു പരാതി കേട്ടു. കോമൺ ആയിട്ടുള്ളൊരു പരാതിയാണ് ഇത്. കൂടുതലും വരുന്ന കുറച്ചൊന്ന് ഓടി ഒന്ന് പഴകി ഒന്ന് വരുന്ന ടൈമിലുള്ള വണ്ടികളാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിന് കാരണങ്ങൾ പലതുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മുടെ RPM, നമ്മുടെ വണ്ടിയുടെ ആ ഒരു സ്ലോ സ്പീഡ് കുറവാണെങ്കിൽ വണ്ടി ഓഫായി പോകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്പാർക്ക് പ്ലഗ്, നമുക്ക് 2 പ്ലഗ് ഉണ്ട്. പ്രൈമറിയും നമ്മുടെ റൈറ്റ് സൈഡിലിരിക്കുന്ന ചെറിയ പ്രൈമറി പ്ലഗും ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള സെക്കൻഡറി പ്ലഗും ഉണ്ട്. ഈ 2 പ്ലഗും നല്ല കണ്ടീഷനിലല്ല എന്നുണ്ടെങ്കിൽ വണ്ടി ഓഫായി പോകാനുള്ള സാധ്യതയുണ്ട്. മൈലേജ് കട്ടാവാനുള്ള സാധ്യതയുണ്ട്. പവർ കുറയാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം നമ്മുടെ പെട്രോൾ ഇറങ്ങാതിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കണം. അതിന് സാധ്യതകൾ പലതുണ്ട്. ടാങ്കിനുള്ളിൽ തുരുമ്പ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം വരാം. അല്ലെങ്കിൽ നമുക്കിവിടെ ക്യാനിസ്റ്റർ പോലുള്ള കാര്യങ്ങളുണ്ട് BS4 വാഹനങ്ങളാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഓസോ മറ്റോ ബെൻഡായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഉണ്ടാകാനുള്ള സാധ്യത കാർബറേറ്റർ ക്ലീൻ ആക്കി വയ്ക്കുക. കാർബറേറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ പെട്രോൾ ടാങ്ക് കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. കാരണം അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള വേ. നമ്മുടെ വണ്ടി സർവീസ് ചെയ്യുമ്പോഴും ഷോറൂമിലും ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഓഫായി പോകുന്ന ഒരു പ്രവണത കുറയും. അതുപോലെ തന്നെ ക്ലച്ച് ലെവറിൽ സൗണ്ട് കേൾക്കുന്നു എന്ന് പലരും പറയുന്നുണ്ട്. അതായത് നമ്മൾ വണ്ടി ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള കൈ വിട്ടിട്ട് നമ്മൾ ഒരു കൈ കൊണ്ടൊക്കെ ഓടിക്കുമ്പോൾ നല്ല രീതിയിലുള്ള വൈബ്രേഷൻ സൗണ്ട് കേൾക്കുന്നുണ്ട്. സാധ്യതകൾ പലതുണ്ട്. ഒന്ന്, ക്ലച്ച് നമ്മുടെ ഇവിടെ താഴെ നല്ല ലൂസായിട്ട് കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം. കാരണം ഈ പ്ലേ കൂടുകയാണെങ്കിൽ നമ്മളിവിടെ പെഡൽ വൈബ്രേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഹാൻഡിൽ ബാർ എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ നമ്മുടെ കേബിൾ മാറിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുക. അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഹാഫ് ക്ലച്ചിൽ നിന്നും ക്ലച്ച് കുറച്ചുകൂടി ഫുൾ ക്ലച്ചിന് അടുപ്പിച്ചോട്ട് ഒന്ന് ടൈറ്റ് ചെയ്തിടുക. അങ്ങനെയാണെങ്കിൽ കുറേയൊക്കെ ആ വൈബ്രേഷൻ കുറയും. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും നമുക്ക് ലൈറ്റായിട്ടുള്ള വാഷർ എന്തെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ക്ലച്ച് അനാവശ്യമായിട്ട് പിടിച്ച് കിടക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കണം ടാപ്പ് ആൻഡ് നോയ്സ്. ഈ വാഹനങ്ങൾ ടാപ്പ് ആൻഡ് നോയ്സ് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തന്നെ ഒന്നാമത്തെ കാര്യം, ടാപ്പറ്റിൽ ഒരുപക്ഷെ നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ വേണമെങ്കിൽ ടാപ്പ് ആൻഡ് നോയ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ടാപ്പറ്റിലോ അല്ലെങ്കിൽ ഓയിൽ പമ്പിലോ എന്തെങ്കിലും കരിയോ മറ്റോ അടഞ്ഞതിന് ശേഷം ഓയിൽ സർക്കുലേഷൻ ഇല്ലാതെ വരികയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ ടാപ്പറ്റ് റോഡ് എന്തെങ്കിലും ലൂസായി കഴിഞ്ഞാൽ സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടാപ്പറ്റ് നോയ്സ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് നമ്മൾ ഒരിക്കലും സ്വയം ചെയ്യാതിരിക്കുക. അത് നമ്മൾ നല്ല അറിയാമെന്നുള്ള ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലേബറിനെ അല്ലെങ്കിൽ നമ്മളൊരു മെക്കാനിക്കിനെ കാണിക്കുക. അതാണ് അതിൻ്റെ ഏറ്റവും ശരിയായിട്ടുള്ള രീതി. അപ്പോൾ ടാപ്പ് ആൻഡ് നോയ്സ് തന്നെയാണെന്നുണ്ടെങ്കിൽ
അങ്ങനെ അവരോട് തന്നെ സജഷൻസ് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ പുതിയ വാഹനങ്ങളിലെ പുതിയ ക്ലാസിക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിൻ്റെയൊക്കെ ഓയിൽ പമ്പ് കുറച്ചുകൂടി നല്ലതാണെന്ന് അറിയുന്നുണ്ട്. കാരണം അതിനകത്ത് നമുക്കിവിടെ ഓയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് പോകാനായിട്ടൊരു ചെറിയ ഹോളുണ്ട്. അപ്പോൾ ആ ഹോളിൻ്റെ ഒരു വലിപ്പമൊക്കെ കൂട്ടിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പം പുതിയ ഓയിൽ പമ്പ് കുറച്ചുകൂടെ നല്ലതാണെന്നാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഈ പറയുന്ന കണക്ക് ഓയിൽ പമ്പോ കാര്യങ്ങളോ എന്തെങ്കിലും മാറ്റുന്നുണ്ടെങ്കിൽ പുതിയ വാഹനങ്ങളിൽ ഇടാനുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. വണ്ടിയിൽ അനുഭവപ്പെടുന്ന മിസ്സിങ്, അതുപോലെ പെട്ടെന്ന് തുരുമ്പിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ എൻജിൻ ഓയിൽ മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുതലായ കാര്യങ്ങൾ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ അത് റെഫർ ചെയ്യുക. കാരണം ഈ ഒരു വീഡിയോടൊപ്പം അത് പറഞ്ഞു പോകുന്ന ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത്രയും പെട്ടെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഫോർക്ക് ഓയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്ര കിലോമീറ്ററിൽ ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതിൽ. പിന്നെ പലരും ഇപ്പോഴും ചോദിക്കാറുള്ളൊരു ഡൗട്ടെന്ന് പറയുമ്പോൾ, ഞാൻ എൻജിൻ ഓയിൽ മാറുന്ന വീഡിയോയിൽ നമ്മൾ ക്ലച്ചിൽ കൂടി ഞാനൊരു 250 ml ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേറെ ഓയിലാണെന്നാണ് ചോദിച്ചത്. നമ്മുടെ എൻജിൻ ഓയിൽ സെയിം ഓയിൽ തന്നെയാണ്. അതിൻ്റെ ബേസിക് ആയിട്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ റൈറ്റ് സൈഡിൽ ഒഴിക്കുന്ന എൻജിൻ ഓയിൽ തന്നെയാണ് നമ്മുടെ ക്ലച്ചിലോട്ട് എത്തുന്നത്. ഞാൻ പിന്നെ എന്തിന് ക്ലച്ചിൽ ഓയിൽ ഒഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വെറ്റ് ക്ലച്ചാണ് എൻഫീൽഡിന് തന്നിരിക്കുന്നത്. അപ്പോൾ അതെപ്പോഴും ഓയിലിൽ വെറ്റായിട്ടിരിക്കുന്ന ഒരു ക്ലച്ചാണ്. നമ്മൾ ഓയിൽ ഒരുപാട് ഡ്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ ക്ലച്ചിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഉൾപ്പെടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ ഓയിൽ മാറിയതിന് ശേഷമുള്ള സ്റ്റാർട്ടിൽ തന്നെ ക്ലച്ച് വെറ്റായിട്ടിരിക്കുകയും സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യും. അതിനുവേണ്ടി ഉപയോഗിച്ചതേ ഉള്ളൂ. ഓയിൽ ഏതാണെന്ന് ചോദിച്ചാൽ സെയിം ഓയിൽ തന്നെയാണ് 15W50യുടെ നമ്മുടെ സെമി സിന്തറ്റിക് ഓയിലാണ് ഞാനിതിന് യൂസ് ചെയ്യുന്നത്. ചെയിൻ ലൂബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ബാക്കിൽ ഡ്രം ബ്രേക്ക് ഉള്ള വാഹനങ്ങളിൽ നമ്മുടെ ചെയിൻ ലൂബ് ചെയ്യുമ്പോൾ പരമാവധി നമ്മൾ ഈ എൻജിൻ സൈഡിൽ തന്നെ ഇവിടെ ആയിട്ട് തന്നെ ചെയിൻ ലൂബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇവിടെ ചെയിൻ ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ ലൂബ് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ബ്രേക്ക് ലൈനറിൻ്റെ ഉള്ളിലേക്ക് ചെയിൻ ലൂബ് പോയി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്കിംഗ് എഫിഷ്യൻസിയും കുറയും. അതുപോലെ തന്നെ നമുക്ക് സൗണ്ട് കൂടുതലായിട്ട് കേൾക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മുടെ മെക്കാനിക്ക് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു അറിവാണ്. ഫ്രണ്ടിൽ പരമാവധി ചെയിൻ ലൂബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചെയിൻ എങ്ങനെ വ്യക്തമായിട്ടുള്ള രീതിയിൽ ശരിയായ രീതിയിൽ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നും അതുപോലെ തന്നെ ലൂബ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ വൈബ്രേഷനെ പറ്റിയിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. വൈബ്രേഷൻ ചില വാഹനങ്ങൾ കൂടുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വൈബ്രേഷൻ എങ്ങനെ കുറയ്ക്കാമെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ ഏതൊക്കെ നട്ട് ബോൾട്ടുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ട് ചെയ്യണം, ടൈറ്റ് ചെയ്യണം എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. നിങ്ങളതൊന്ന് വാച്ച് ചെയ്യുക. അതുപോലെ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ മെയിൻ പർപ്പസ് തന്നെ റോയൽ എൻഫീൽഡിൻ്റെ വീഡിയോസിന് കുറച്ച് വാച്ചസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഒരുപാട് ഡൗട്ട്സ് കമൻറ്റ്സ് എല്ലാം വരുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇനിയും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വരാം. കമൻറ്റ് സെക്ഷനിൽ നമ്മൾ മാക്സിമം ഇൻട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ കമൻറ്റിൽ നമ്മുടെ അതിനുള്ള ഉത്തരങ്ങൾ രേഖപ്പെടുത്താം, അല്ലെങ്കിൽ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ടീം ഡ്രൈമി ഓട്ടോ ഈസ് സൈനിങ് ഔട്ട് ഫോർ ടുഡേ. താങ്ക് യു.